കോൺഗ്രസ് മുന്നണിയിൽ ലീഗ് കഴിഞ്ഞാൽ വലിയ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇത്തവണയുള്ളത് 7 MLA-മാരാണ്. 8 സീറ്റിൽ മത്സരിച്ച് 7ലും വിജയിച്ച ജോസഫ് സാറിന്റെ പാർട്ടിക്ക് ആകെ ഒരു മന്ത്രിയും പിന്നെ ഒരു ചീഫ് വിപ്പ് സ്ഥാനവുമാണ് കോൺഗ്രസ് നൽകിയത്. 2 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഒരു വട്ടം പോലും വി ഡി സതീശനോ കോൺഗ്രസ് നേതൃത്വമോ ജോസഫ് വിഭാഗത്തിനെ പരിഗണിച്ചതുമില്ല. കന്നി MLA ആയി തൊടുപുഴയിൽ നിന്നും കയറി വന്ന മകൻ അപ്പു ജോണിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ കൊള്ളാമെന്ന് അപ്പനായ ജോസഫ് സാറിന് ഒരു ഭൂതി ഉണ്ടായാൽ അത് തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശർക്കരയും പീരയും പോലെ 10-30 കൊല്ലമായി ഒപ്പം നടക്കുന്ന കടുത്തുരുത്തിക്കാരൻ മോൻസിന് ആകെ കിട്ടിയ മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ മാലോകരെന്ത് കരുതും? മാണി കോൺഗ്രസ് വിട്ട് അവരുടെ 2 മുറിച്ച് ഓട്ടോയിൽ തൊടുപുഴയ്ക്ക് മടങ്ങിയ ജോസഫിനും പാർട്ടിക്കും ഇത് രാജയോഗം തന്നെ. മാണി പാർട്ടിയുടെ അമരക്കാരൻ കുഞ്ഞുമാണിയും പിണറായി സർക്കാരിലെ ജലവകുപ്പ് മന്ത്രി റോഷിയും ചീഫ് വിപ്പ് ജയരാജനും പൂഞ്ഞാറ്റിൽ കുളത്തുങ്കലും പച്ച തൊടാതായതോടെ മാണി പാർട്ടിയുടെ പ്രതാപകാലം അസ്തമിച്ചെന്നാണ് ജോസഫ് സാറും കൂട്ടരും പറഞ്ഞു നടക്കുന്നതും പറഞ്ഞു വരുത്തുന്നതും. 2ാം പിണറായി സർക്കാരിൽ വഹിച്ചിരുന്ന മന്ത്രി പദവിയും വിപ്പ് സ്ഥാനവും ഇപ്പോൾ ജോസഫ് സാറിന്റെ പാർട്ടി അടിച്ചു മാറ്റുകയും ചെയ്തു. മകൻ അപ്പുവിന് വിപ്പ് സ്ഥാനം കിട്ടിയെങ്കിലും തനിക്കൊരു ക്യാബിനറ്റ് പദവി വേണമെന്ന പിടിവാശിയിൽ തന്നെയാണ് 85 പിന്നിട്ട് ജോസഫ് എന്നും പറയാതെ വയ്യ. ഇടത് സർക്കാരിന്റെ കാലത്ത് ക്യാബിനറ്റ് റാങ്കോടെ പണ്ട് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് മുന്നോക്കക്ഷേമം കോർപ്പറേഷൻ ചെയർമാൻ പദവി നൽകിയ ചരിത്രം ചൂണ്ടിക്കാട്ടി തനിക്കും ഏതെങ്കിലും ഒരു പദവി കിട്ടിയേ തീരൂ എന്ന മട്ടിൽ ഒറ്റക്കാലിൽ ഒരേ ഒരു നിൽപ്പാണ് പാവം നമ്മുടെ ജോസഫ് സാർ. പാർട്ടി ശക്തമായി തിരിച്ചു വന്ന് ഭരണത്തിലേറിയപ്പോൾ ഗ്യാസ് കത്തിക്കുന്ന വീട്ടിലെ വിറകടുപ്പിന്റെ ഗതിയാണ് തനിക്കെന്ന് പാവം ജോസഫ് സാർ പലരോടും പറഞ്ഞു നടക്കുന്നതായാണ് പിന്നാമ്പുറ വാർത്തകൾ. ചോദിച്ച വകുപ്പുകളും 4 മന്ത്രിമാരെയും ലീഗിന് നൽകിയ കോൺഗ്രസ് കേരള കോൺഗ്രസിനോട് കാണിക്കുന്നത് ചിറ്റമ്മ നയമല്ലേ എന്നാണ് ഒറ്റ മൈനയുടെയും ഇപ്പോഴത്തെ സംശയം. കുട്ടനാട് MLA റെജി ചെറിയാൻ മണ്ഡലത്തിന് വേണ്ടി ആദ്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി മുളയിലെ നുള്ളിയ കാര്യം ഓർത്ത് കരയുന്ന റെജിയുടെ കണ്ണീരിന്റെ തോത് ഏതാണ്ട് വമ്പയാറ്റിലെ വെള്ളത്തിനൊപ്പം വരുമെന്നാണ് ചമ്പക്കുളംകാരും ആണയിട്ട് പറയുന്നത്. ജോസഫിന്റെ ക്യാബിനറ്റ് പദവി കാര്യത്തിലും ഒരു കാരണവശാലും തരില്ല എന്ന മറുപടി അല്ലാതെ വടശ്ശേരി ദാമോദരമേനോൻ സതീശന്റെ നാവിൽ നിന്നും മറ്റൊന്നും വീഴാനും ഇടയില്ലെന്നേ പറയാനാവൂ.